ഹലോ ഗേയ്സ്, ഇന്നൊരു വീക്കെൻഡാണ്. ഓഫ് ഡേ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നോർമലി അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ പ്രവാസികളുടെ കാര്യം അങ്ങനെ തന്നെയായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ ആയിരിക്കും. എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നില്ല. നമ്മളങ്ങനെ തന്നെയാണ്. ഈ സാറ്റർഡേ ലേറ്റായിട്ട് കിടക്കും. പിന്നെ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന ആ ഒരു ഇതുള്ളതുകൊണ്ട് സൺഡേ അങ്ങനെ തന്നെയാണ്. കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കും. ഒരു 10-11 മണിയാവും എഴുന്നേക്ക്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരു 10 മണിക്ക് കഴിഞ്ഞു എഴുന്നേക്ക്. അതൊക്കെ കഴിഞ്ഞ് റെഡിയായി. രാവിലത്തെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ലേറ്റ് ആയതുകൊണ്ട്. കുക്ക് ചെയ്തുമില്ല. നോർമൽ കുക്ക് ചെയ്യാറാണ് പതിവ്, പക്ഷേ ഇന്ന് കുക്ക് ചെയ്തൊന്നുമില്ല. അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, 12 മണീൻ്റെ ഇടയിലുമാണ്. അപ്പോൾ ശുഭമുഹൂർത്തത്തിൽ എന്നെല്ലാം പറയില്ല, അതുപോലെ ആ ഒരു ടൈം ഇറങ്ങിയതാണ്. അപ്പോൾ ക്ലൈമറ്റൊക്കെ ഓക്കെ, ചൂടൊന്നുമില്ല, നല്ല നോർമലായ ഒരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത് ഇവിടെ തന്നെ ജാബ് സൈഡ് ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. ഫുഡ് കോർട്ട് മാൾ, കൊമേഴ്ഷ്യൽ മാളാണ്. ആ ഫുഡ് കോർട്ടിൽ വന്നു. ഇവിടെ നോർത്ത് ഇന്ത്യൻ മലബാറി എന്നല്ല പറയും നമ്മൾ മലയാളികൾ. മലബാറി ഹോട്ടലുകളും എല്ലാം ഉണ്ട്, എല്ലാതരം ഭക്ഷണവും കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഒരു ബിരിയാണിയൊക്കെ പറഞ്ഞു. ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ബിരിയാണി അല്ല, ഒരു ദം ബിരിയാണി അങ്ങനെയും പറയാം, ദം ബിരിയാണി. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ബിരിയാണി ഇല്ലേ, തലശ്ശേരി ബിരിയാണി അതൊക്കെ പറയില്ല, നല്ല ആ ഒരു ബിരിയാണി ഇവിടെ കിട്ടുമെന്നില്ല. പേരുണ്ട്, ഇവിടെയും കിട്ടും ഹോട്ടലുകളിൽ തലശ്ശേരി ബിരിയാണി, അങ്ങനെ ബിരിയാണികൾ പല പേരിലും ഇവിടെ ഉണ്ട്. പക്ഷേ ആ ഒരു ടേസ്റ്റൊന്നും ഇവിടെ കിട്ടില്ല നാട്ടിൽ. പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങിയപ്പോൾ രണ്ട് നല്ല അടിപൊളി വണ്ടിയൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നവാസ്ക പറഞ്ഞു ഇന്ന് ഈവനിങ് ടൂർണമെൻറ്റ്, ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ട് ഇവിടെ. DP വേൾഡ് നടത്തുന്ന മറ്റേ ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തുന്ന 30-30 ഇല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട്. ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ കമ്പനികളും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മുന്നേ നിന്ന് ഇതുവരെ പങ്കെടുത്തിട്ടില്ല, നമുക്കൊരു ടീമൊന്നും ഉണ്ടായിരുന്നില്ല കമ്പനി. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ക്രിക്കറ്റ് ടൂർണമെൻറ്റോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് നമ്മളെ കമ്പനി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മാച്ചിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പരാജയപ്പെടുമായിരുന്നു. അത് പരാജയപ്പെട്ടതിൽ വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ടീമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ആദ്യമായിട്ട് തട്ടിക്കൂട്ടി ഒരു ടീമാക്കിയതാണ്. കുറച്ച് കളിക്കുന്ന ആൾക്കാരൊക്കെ ആരാണ് കളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, കുറച്ച് പേര് കൊടുത്തു, അങ്ങനെ ഇറങ്ങി. പക്ഷേ എല്ലാവരും നന്നായിട്ട് കളിച്ചു. പക്ഷേ അന്ന് നമ്മൾ പരാജയപ്പെട്ടു. നമ്മളെ ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ ഉള്ളത് നിക്സനാണ്. അവനാണിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്ന്. അവൻ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലോണം ക്യാപ്റ്റൻസി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ മാച്ചിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ജയിച്ചു. പിന്നെയുള്ളതൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായില്ല, അതൊക്കെ ജയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നൊരു ഓഫ് ഡേ ആയതുകൊണ്ട് ഇറങ്ങിയതാണ്. എല്ലാവരും ഉണ്ട്, കളിക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് കളിച്ചു. എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ആൾക്കാരോ അല്ലെ എപ്പോഴും കളിക്കുന്ന ആൾക്കാരൊന്നുമല്ല, അവിടുന്നൊക്കെ കളിച്ചതായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഇറങ്ങിയതാണ്. ബാക്കിയുള്ള ടീമൊക്കെ എപ്പോഴും എല്ലാ ടൂർണമെൻറ്റിലും പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അവർ പല ടൂർണമെൻറ്റിലും പോയി കളിച്ചിട്ട് ശീലമുള്ള ആൾക്കാരും അങ്ങനെയൊക്കെയാണ്. ഈ ഒരു 2-3 കളിയാകുമ്പോഴേക്കും നമ്മുടെ നല്ലൊരു ടീമായി മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് കളിക്കാനും നല്ലൊരു കോർഡിനേഷനിലും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാച്ച് നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു. പിന്നെ ഒരു മാച്ച് കൂടി ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ഞങ്ങൾ പരാജയപ്പെട്ട് ഞങ്ങൾ പുറത്താകുമായിരുന്നു. അതിന് ഞാൻ പോയില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ദിവസം ലേറ്റായിട്ടാണ് കാണുന്നത്. ആ ഫിറ്റ്നസ് ചലഞ്ചും ആ ടൂർണമെൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്, താങ്ക് യു.